പ്രകടനപത്രികയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരുമെല്ലാം കാലാകാലം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും പ്രകടന പത്രിക അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ അതൊന്നും നടപ്പിലാക്കുന്ന പരിപാടികളായിട്ടല്ല, പ്രചരണ ആയുധമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് അവർ തന്നെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ രണ്ട് ടേമിലും ആദ്യത്തെ പ്രാവശ്യം 600 എണ്ണമായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം അത് 900 ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ സമക്ഷം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നടന്നു വരുന്നതുമായ കാര്യങ്ങൾ പരസ്യമാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച ഇന്ത്യയിൽ ഒരേ ഒരു ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ പറയുന്നതെല്ലാം നടപ്പിലാക്കുക എന്നുള്ളതാണ്, നടപ്പിലാവും എന്നുള്ളതാണ് അതിൻ്റെ ഗ്യാരണ്ടി. അല്ലാതെ ഓരോ സന്ദർഭത്തിലും വോട്ട് നേടുന്നതിന് വേണ്ടി ആളുകളെ തെറ്റായ രീതിയിൽ കള്ള പ്രചാരവേല നടത്താൻ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനല്ല പ്രകടന പത്രിക കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമ്മൾ കാണേണ്ടത്. ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ നൽകുമെന്നും ഗരീബി ഹടാവോ അതാണ് ഞങ്ങളുടെ ഉന്നമെന്നും പറയാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഉൾപ്പെടെ ഒന്നും നടക്കുന്ന കാര്യമായിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രകടന പത്രിക യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒരു ബദൽ നിലപാടിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നും നമുക്ക് നന്നായിട്ട് അനുഭവവേദ്യമായിട്ടുള്ളതാണ്. ജനങ്ങൾക്കത് അറിയാം. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന നിർദ്ദേശങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഫലപ്രദമായിട്ട് ലഭ്യമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങളത് കൈകാര്യം ചെയ്യുക എന്ന കാര്യം കൂടി കൂട്ടി ചേർക്കുകയാണ്. ഇവിടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിപക്ഷ നേതാവ് എവിടെയാണ് നിങ്ങൾ പിരിച്ച പണം എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. പണമുണ്ട്, അത് പണി പൂർത്തിയാക്കിയാലാണ് പറയുക എന്നാണ് പറയുന്നത്. എവിടെ പണം? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിലാണെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ജോയിൻ്റ് അക്കൗണ്ടിലാണെങ്കിൽ രണ്ടുപേരും മത്സരിക്കുകയാണിപ്പോൾ. APCC പ്രസിഡന്റ് മത്സരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നു. ഈ മത്സരത്തിൽ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ഈ സാമ്പത്തികമായ കാര്യം പറയേണ്ടതാണ്. രണ്ടാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ശരിയില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്തുന്നില്ല. കോടിക്കണക്കിന് ഉറുപ്പിക ഫണ്ട് പിരിച്ചിട്ട് അത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ പറയില്ല എന്ന കാര്യമാണ്. സുതാര്യമല്ല എന്നുള്ളതും ശവത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം തട്ടിയതുപോലെയുള്ള കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഉപമ വളരെ ശരിയാണ്. ശവം ഉപയോഗപ്പെടുത്തിയിട്ട് വ്യാപകമായ പ്രചാരവേല നടത്തിയിട്ട് എം വി ഗോവിന്ദനാണ് മാധ്യമങ്ങളെ കാണുന്നത്. പ്രകടന പത്രിക കൃത്യമായി ഇടതുപക്ഷം നടപ്പാക്കും, മുൻപ് അങ്ങനെ തന്നെയാണ് ചെയ്തത്, ഇടതുപക്ഷം പറയുന്നതെല്ലാം ചെയ്യുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.